അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഹയർ പർച്ചേസ് തന്നെയായിരുന്നു. ഹയർ പർച്ചേസിൽ പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഹയർ പർച്ചേസ് പ്രൈസും കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് ഇതാണ് പറഞ്ഞത്. അതുപോലെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റും ഇതാണ് നമ്മൾ കഴിഞ്ഞ രണ്ടെണ്ണത്തിൽ പറഞ്ഞ രണ്ടിൻ്റെയും ജേണൽ എൻട്രി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജേണൽ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം ആ ജേണൽ എൻട്രി ബേസ് ചെയ്തിട്ടാണ് ഈ ലെഡ്ജർ അക്കൗണ്ട് തിയറാക്കൾ. ലെഡ്ജർ അക്കൗണ്ട് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദിക്കല്. പക്ഷെ ആ ലെഡ്ജർ അക്കൗണ്ട് തിയറാക്കണമെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിയണമെന്നുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അതില് 3 ക്വസ്റ്റ്യൻ ഉള്ളത്. 2 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പോൾ കേസ് 1 ക്യാഷ് പ്രൈസ്, HP price, cash down, the term and installment value are given. Rate of interest not given. Installment value being equal throughout the term. Cash down nil. HP price 20,000. Cash price 18,000. Term 4 year. Interest value 5,000. Find out interest. Hello? Class ആണ്. யாருது? അനീഷ? അനീഷ് ഓക്കെ. ക്ലാസ്സിൽ പോരുന്ന കാരണം പറയണത് ആൾക്കാരെ കൂട്ടുണ്ട. അപ്പോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഉള്ളത്. ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, HP പ്രൈസ് തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് തന്നാൽ പിന്നെ നമുക്ക് സുഖമല്ലേ, കാരണം ഡൗൺ പേയ്മെന്റ് കുറച്ച് ലോൺ എമൗണ്ട് ഇട്ടും ലോൺ എമൗണ്ട് മുകളിൽ ഇൻട്രസ്റ്റ് കാണാം. HP പ്രൈസ് തന്നിട്ടുണ്ട്, ക്യാഷ് ഡൗൺ പേയ്മെന്റ് തന്നിട്ടുണ്ട്, ടേം തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെന്റ് വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. പിന്നെന്താ ഇൻട്രസ്റ്റ് കാണാൻ പണി? ഇൻട്രസ്റ്റ് കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് തന്നിട്ടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. എത്ര റേറ്റ് ആണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അതില്ലാതെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? HP പ്രൈസ് 20,000, ക്യാഷ് പ്രൈസ് 18,000, ടേം 4 year, ഇൻസ്റ്റാൾമെന്റ് വാല്യൂ 5,000. ഫൈൻഡ് ഔട്ട് ഇൻട്രസ്റ്റ്. എങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കാണും? എങ്ങനെ ഇൻട്രസ്റ്റ് കാണാം പറയാം? രണ്ട് ക്വസ്റ്റ്യനുകൾ ചെയ്തില്ലേ? എന്തെങ്കിലും എനി ഐഡിയ? ഈ തന്ന ഇൻഫർമേഷൻ വെച്ച് ഇൻട്രസ്റ്റ് കാണാൻ നമുക്ക് തന്ന ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ എഴുതിയാലോ? എന്തൊക്കെ തന്ന ഇൻഫർമേഷൻ? ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് 18,000. ക്യാഷ് പ്രൈസ് 18,000. HP പ്രൈസ് തന്നിട്ടുണ്ട് 20,000. ഓക്കെ. ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റ് മീൻസ് ഈക്വലന്റ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട് 5,000. ഡൗൺ തന്നിട്ടുണ്ട്. ഡൗൺ പേയ്മെന്റ് നില്ലാണെന്നുള്ളൂ. എമൗണ്ട് 0 മതി. പിന്നെ 0 ആണെങ്കിലും എമൗണ്ട് കിട്ടില്ല. പിന്നെ എന്താ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത്? 20,000 HP പ്രൈസ് തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് 18,000. ടേം 4 year. ഇൻസ്റ്റാൾമെന്റ് വാല്യൂ 5,000. ഇൻസ്റ്റാൾമെന്റ് ആട്ടത് ഈക്വലന്റ് ആണ് ഇൻസ്റ്റാൾമെന്റ്. ഇനി ടേം മീൻസ് കാലയളവ് 4 year. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ തന്ന ഇൻഫർമേഷൻ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയെന്ന് പറഞ്ഞേ? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് കുറച്ചാൽ മതി? HP പ്രൈസിൽ നിന്നും എന്ത് പ്രൈസ് കുറച്ചാൽ മതി? ക്യാഷ് പ്രൈസ് കുറച്ചാൽ അപ്പൊ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ. അപ്പോ HP പ്രൈസ് 20,000 മൈനസ് ക്യാഷ് പ്രൈസ് 18,000.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും വരല്? 2000 ഇൻട്രസ്റ്റ്. സിമ്പിൾ പരിപാടി. ഇൻട്രസ്റ്റ് കിട്ടി. പക്ഷെ നമുക്ക് ഓരോ ഇയറിലെ ഇൻട്രസ്റ്റ് ആണ് കിട്ടേണ്ടത്. ടോട്ടൽ ഇൻട്രസ്റ്റ് ആണിത്. ഇത് നമ്മൾ ഒറ്റയടിക്കല്ല ഇൻട്രസ്റ്റ് 2000 നൽകല്. ഇത് 4 ഇൻസ്റ്റാൾമെന്റ് നമ്മൾ 5000 രൂപ നൽകുന്നുണ്ട്. ഓരോന്നിലും കൂടെയാണ് നമ്മൾ ഈ 2000 ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇൻസ്റ്റാൾമെന്റാണ് നൽകല്. അപ്പൊ ഓരോ ഇൻസ്റ്റാൾമെന്റും ഇയർലി ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കണം? അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോലെ നമുക്ക് നേരത്തെ തയ്യാറാക്കിയത് 5 കോളിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് 5 കോളൊന്നും വേണ്ട. നമുക്ക് ഒന്ന് എന്ത് ചെയ്താം? ഇയർ എഴുതാം. 2 രീതിയിലോട്ട് തയ്യാറാക്കട്ടെ. ഒന്ന് ഇയർ. ഏതൊക്കെ ഇയർ ഉള്ളത്? 4 വർഷം. അപ്പൊ ഫസ്റ്റ് ഇയർ, അതേപോലെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. ഇങ്ങനെ 4 വർഷമാണുള്ളത്. ഓക്കെ. നമുക്ക് തന്നിട്ടുള്ള ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാഷ് പ്രൈസ് 18,000, HP പ്രൈസ് 20,000, ഇൻസ്റ്റാൾമെന്റ് 5000. ഓക്കെ. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് 5000 ആണ് ഉള്ളത്. ഈ ഇൻസ്റ്റാൾമെന്റ് 5000 നമ്മുടെ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടാവും. 4 ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ 5000 × 4 20,000. ഓക്കെ. പ്ലസ് ഡൗൺ പേയ്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് HP പ്രൈസ് 20,000 തന്നെ. 18,000 രൂപയാണ് ക്യാഷ് പ്രൈസ് ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ HP പ്രൈസിന്റെയും ക്യാഷ് പ്രൈസിന്റെയും ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു റേഷ്യോ കാണാം. ഇയറിന്റെ റേഷ്യോ കാണുന്നത് ഒന്നാമത്തെ വർഷം നമ്മൾ എത്ര വർഷത്തെ ഇൻട്രസ്റ്റ് നൽകണം? അടുത്ത 4 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് നൽകേണ്ടത്. 4 വർഷത്തേക്കുള്ളതല്ല, ഇനി 4 വർഷം പൈസ കൊടുക്കാണ്ട്. അപ്പൊ 4. രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഇനി എത്ര ഉണ്ടാവുള്ളൂ? 3 വർഷം. മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഇനി 2 വർഷം ആ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. 4-ാമത്തെ വർഷമാകുമ്പോൾ 1 വർഷം ഉണ്ടാവുള്ളൂ. അപ്പൊ 4, 3, 2, 1 എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ. അപ്പൊ ഇതിന്റെ ടോട്ടൽ എത്രയാണ്? അപ്പൊ ഇയറിന്റെ റേഷ്യോ എടുത്തപ്പോൾ ടോട്ടൽ 10 കിട്ടിയത്. ഈ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഇൻട്രസ്റ്റ് എങ്ങനെ ഇൻട്രസ്റ്റ് കാണാൻ നമുക്ക് നിലവിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 2000 ഡിവൈഡഡ് ബൈ 10 നമുക്ക് കിട്ടിയ റേഷ്യോ ഇൻറ്റു 4. അപ്പൊ എത്ര ഉണ്ടാവും? 2000 ഡിവൈഡഡ് ബൈ 10 × 4. 800 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം എത്തുമ്പോൾ 2000 ഡിവൈഡഡ് ബൈ 10 ടോട്ടൽ ഇയറിന്റെ സം കിട്ടിയിട്ടുള്ളത്. ഇയറിന്റെ റേഷ്യോയുടെ സം കിട്ടിയിട്ടുള്ളത്. ഇൻറ്റു എത്ര വർഷം റിമൈനിങ് ഉണ്ട്? 3 വർഷം. ഓക്കെ. 3 വർഷത്തേക്ക്. അപ്പൊ എത്ര ഉണ്ടായിരിക്കും എമൗണ്ട്? എമൗണ്ട് പറയണമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 600 ഉണ്ടാവും. 600 അല്ലേ? 10 × 3 600. അടുത്ത വർഷം ഈ 2000 ഡിവൈഡഡ് ബൈ 10 × എത്ര വർഷം ഉണ്ടാവുള്ളൂ? 2 വർഷം. അപ്പൊ എത്ര ഉണ്ടാല്? 400. 2000 ഡിവൈഡഡ് ബൈ 10 × 2. അടുത്ത വർഷം 2000 ഡിവൈഡഡ് ബൈ 10 × 1. എത്ര ഉണ്ടായിരിക്കും? 200. ടോട്ടൽ ഇൻട്രസ്റ്റ് അപ്പൊ എത്രയാണ്? 2000. ഓക്കെ. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് ഓരോ വർഷത്തേക്കുമുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തത് എന്തിന്റെ റേഷ്യോയിലാണ്? നമ്മുടെ ഇയറിന്റെ റേഷ്യോയിലാണ്. ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം. അപ്പൊ റിമൈനിങ് ഇയേഴ്സ് ഒന്നാമത്തെ വർഷം ആകുമ്പോൾ ഇനി 4 വർഷം ബാക്കിയുണ്ട്.
രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഇനി 3 വർഷം ബാക്കി, മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഇനി 2 വർഷം ബാക്കി, ലാസ്റ്റ് ഇയർ ആകുമ്പോൾ ആ ഒരു വർഷം മാത്രം ബാക്കി. ആ ഇയറിന്റെ ഒരു റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഈ റേഷ്യോ നമുക്ക് കാണാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണത്. ഒരു മെത്തേഡും കൂടെ നമുക്ക് ഉപയോഗിക്കാം, ഒരു ഐറ്റം കൂടെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി ഇതേ സംഭവം തന്നെ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ ഒരു കോളം കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട് ഇവിടെ. വേറൊരു മെത്തേഡാട്ടോ, ഇത് തന്നെയല്ല, വേറൊരു മെത്തേഡ് ഉപയോഗിക്കണം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ഇയർ. രണ്ടാമത്തത് HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, അടുത്ത് HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോ. എടുത്തുകൊണ്ട് HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോ. നാലാമത്തത് ഇൻട്രസ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇയർലി ഇൻട്രസ്റ്റ് ആട്ടോ. ഇയർ ഉള്ളത് 1, 2, 3, 4 തന്നെ. ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നാമത്തെ വർഷം എത്ര രൂപ HP പ്രൈസ് കൊടുക്കാണ്ട്? ആകെ നമ്മൾ നൽകാനുള്ള HP പ്രൈസ് 20,000 രൂപയാണ്. അപ്പൊ ഒന്നാമത്തെ വർഷം നമ്മൾ 20,000 രൂപ നൽകാനുണ്ട്. HP പ്രൈസ് ആട്ടോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്. HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. 20,000 രൂപ നൽകാനുണ്ട്. രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഒന്നാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് നൽകിയിട്ടുണ്ടാവും. അപ്പൊ 5,000 രൂപ നൽകി കഴിഞ്ഞാൽ ബാക്കി ഇനി 15,000 രൂപ നൽകാണ്ടാവുള്ളൂ രണ്ടാമത്തെ വർഷത്തുമ്പോൾ. രണ്ടാമത്തെ വർഷം 5,000 രൂപ നമ്മൾ നൽകും. കാരണം ഓരോ വർഷവും നമ്മൾ 5,000 രൂപയാണ് നമ്മൾ EAI അടക്കുന്നത്, ഇക്വലന്റ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ മൂന്നാമത്തെ വർഷത്തുമ്പോൾ ഇനി ബാക്കി നൽകാനുള്ളത് 10,000 രൂപ നൽകാണ്ടാവും. നാലാമത്തെ വർഷത്തുമ്പോൾ നമ്മൾ നൽകാണ്ടായിരിക്കല് 5,000 രൂപ. നാലാമത്തെ വർഷത്തോടു കൂടെ 5,000 നൽകുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് വന്നത് 20,000 ആദ്യം നൽകാണ്ടായിരുന്നു, പിന്നെ അത് 15,000 ആയിട്ട് കുറഞ്ഞു, പിന്നെ അത് 10,000 ആയിട്ട് കുറഞ്ഞു, പിന്നെ അത് 5,000 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു റേഷ്യോ എടുത്ത് നോക്കാം. ഇതിന്റെ റേഷ്യോ ഇപ്പൊ എങ്ങനെ എടുക്കുക? 20, 15, 10, 5 എങ്ങനെ എടുക്കുക? 4, 3, 2, 1. 4, 3, 2, 1. ഇതാണ് റേഷ്യോ. ഈ റേഷ്യോ നമ്മൾ ഇൻട്രസ്റ്റ് കാണാം. ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം? ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്തു, സെയിം റൈറ്റ്. എങ്ങനെ കാണല്ലേ? കാരണം ഇപ്പൊ നമ്മൾ ചെയ്തു പുറത്ത് ഇതേപോലെ തന്നെ നമുക്ക് കാണാം. അങ്ങനെ ഇതേ ഇക്വേഷൻ തന്നെ. എങ്ങനെ ഇക്വേഷൻ കാണല്ലേ? 2,000 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ടോട്ടൽ റേഷ്യോയുടെ ടോട്ടൽ എടുത്ത് നോക്കുക. റേഷ്യോയുടെ ടോട്ടൽ എത്ര വരില്ലേ? 10. അപ്പൊ 2,000 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 4. 800. നേരത്തെ നമ്മൾ ചെയ്ത അതേ സംഭവം തന്നെ ഇവിടെ വന്നത്. ഓക്കെ, ഒന്നാമത്തിൽ 800, രണ്ടാമത്തിൽ എത്ര ഉണ്ടാവും? 600, മൂന്നാമത്തിൽ 400, നാലാമത്തിൽ 200. ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ എത്ര ഉണ്ടാകും? ഓക്കെ,
എടുത്ത് നോക്കും കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയും. ടോട്ടൽ 2000 ഉണ്ടാവും. ടോട്ടല് 2000. വെരി ഗുഡ്, സൂപ്പർ. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തിനാ ഈ HPP ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്? ഇത് ഈ ഒരു റേഷ്യോ എടുത്തു. ഇപ്പൊ ഒന്നാമത്തെ നമ്മൾ ഇയറിന്റെ റേഷ്യോ എടുത്തത്, റിമൈനിങ് ഇയേഴ്സിന്റെ റേഷ്യോ എടുത്തത്. അത് തന്നെ HP പ്രൈസിന്റെ റേഷ്യോ ആയത് യാദൃശികം മാത്രം. എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനിലും രണ്ടും ഒരേ റേഷ്യോ കിട്ടണമെന്നില്ല, പക്ഷെ ആൻസർ ഒന്നായിരിക്കും. അപ്പൊ ഇതാണ്, സിമ്പിൾ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റേഷ്യോ ടി ഒരു മിസ് ആയിട്ടുണ്ട് കേട്ടോ. റേഷ്യോ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പറ. ഒന്ന് നമ്മുടെ ഇയറിന്റെ റിമൈനിങ് റേഷ്യോ എടുത്തു, രണ്ടാമത്തെ നമ്മൾ എടുത്തത് HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ റേഷ്യോ. HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്ങനെ എടുത്തത്? HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ HP പ്രൈസ് നമ്മൾ കൊടുക്കാനുള്ള 20,000 രൂപ. അതിൽ ഓരോ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ നൽകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ HP പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഒന്നാമത്തെ വർഷം എത്ര കൊടുക്കാണ്ടായിരുന്നു, എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഇനി കൊടുക്കാണ്ടായിരുന്നു, രണ്ടാമത്തെ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്, രണ്ടാമത്തെ വർഷം എത്ര കൊടുക്കാണ്ട്, മൂന്നാമത്തെ വർഷം എത്ര കൊടുക്കാണ്ട്, ഇങ്ങനെ ഓരോ വർഷം കൊടുക്കാനുള്ള എമൗണ്ട്. അപ്പൊ അതൊരു റേഷ്യോ വെച്ച് കണ്ട 20,000:15,000:15,000:5000 ആണ്. അപ്പൊ ചുരുക്കിയതാണ് 4,3,2,1 കേട്ടോ. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ? രണ്ട് രീതിയിലും ചെയ്യാൻ നടത്തും. ഓക്കെ, പ്ലീസ് റെസ്പോണ്ട് ചെയ്യാം. കൈക്കോട്ട് എടുത്ത് കാണണ്ട ക്ലാസ്സിൽ അല്ലടാ, പാനും പേപ്പർ എടുക്കടാ. മിസ്റ്റർ കൈക്കോട്ട് വരാൻ. രാവിലെ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യാണ്, കൈക്കോട്ട് എടുക്കാണ്ടൊക്കെ തെങ്ങൊക്കെ തുറന്നുകൊണ്ടാണ് ക്ലാസ് വയ്ക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയടോ. എന്താൾക്കാരുകള് പറയടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും, കൈമാരെ ഒന്നിക്കൊന്ന് മനസ്സിലായെന്ന് പറയും. അതല്ലാണ്ട് നിങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് പറയും, അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കുക. ഇതൊന്നുമില്ല, ഇങ്ങനെ മൗനം സമ്മതം. ഓക്കെ, നിങ്ങളിങ്ങനെ മുമ്പിലോ മൊബൈലും വെച്ച് ഇങ്ങനെ ഉറങ്ങണല്ലേ, ശരിയായി തരാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ എൻട്രി നിങ്ങളുണ്ട്, ഇതിന്റെ എൻട്രി ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എൻട്രി ഒക്കെ. ആദ്യം അസറ്റ് വാങ്ങും, അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി നമുക്കറിയാം. ഹയർ പർച്ചേസർ ബുക്ക് നമ്മൾ ചെയ്യല്, അസറ്റ് അക്കൗണ്ട് ടു ബാങ്ക് ബാക്കി, പേയ്മെന്റ് നൽകണം, ഹയർ വെൻഡർ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവും, പേയ്മെന്റ് നൽകും, പ്രോഫിറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്യും, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യുന്നു. സിമ്പിൾ ആണ് എൻട്രി ഒക്കെ ചെയ്യാൻ. നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. കേസ് 2, ക്വസ്റ്റ്യൻ നമ്പർ 3 കേസ് 2. Cash price, HP price, cash down, the term and installment value are given. Rate of interest is not given. അപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല, ഇൻട്രസ്റ്റിന്റെ റേറ്റ് തന്നിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. P purchased a car on a hire purchase system. The total cost price of the car was ₹3,75,000. Payable 20% down and for annual installment of ₹1,05,000, 97,500, 90,000, 82,500 at the end of the first year, second year, third year, and fourth year respectively.
Calculate the interest including in each year's installment assuming that the sales were made at the beginning of the year. ഇതാണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും. നേരത്തെ തന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ആ ക്വസ്റ്റ്യനിൽ വ്യത്യാസമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ളത് കുറെ സിമിലാരിറ്റി ഉണ്ട്. ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, HP പ്രൈസ് തന്നിട്ടുണ്ട്, ഡൗൺ പേയ്മെന്റ് തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, ടേം തന്നിട്ടുണ്ട്. എന്നാൽ അവിടെ നമുക്ക് തന്നിരുന്ന ഇൻസ്റ്റാൾമെന്റ് വാല്യൂ ഓരോ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആയിരുന്നു. 5000 രൂപയായിരുന്നു ഓരോ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആയിരുന്നു. ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമെന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, ഞാൻ ആൻസർ തയ്യാറാക്കണം. ഓക്കെ, വായിച്ചു നോക്കിയോ? ഇല്ല, വായിച്ചു. വായിക്കാം. Cash price எவ்வளவு? The total cost price of the car was rupees 3,75,000. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് അതാണ് ക്യാഷ് പ്രൈസ്. കാറിന്റെ കോസ്റ്റ് ആണ് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ കാർ വാസ് rupees 3,75,000. നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് 3,75,000. വായിച്ചിട്ടോ ക്വസ്റ്റിന്. HP പ്രൈസ് ആണ്, ഈക്വലന്റ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് അല്ല തന്നിട്ടുള്ളത്. ഡൗൺ പേയ്മെന്റ് 20% അപ്പോൾ 20% ആകുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 3,75,000 75,000. Term I think 4 year. HP പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടാകും. HP പ്രൈസ് നമ്മൾ കാണണം. HP പ്രൈസ് എങ്ങനെ കാണാം? വായിക്കുന്നത് ക്വസ്റ്റ്യൻ ആദ്യം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ തന്ന ഇൻഫർമേഷൻ നമുക്ക് ക്യാഷ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. HP പ്രൈസ് തന്നിട്ടില്ല. തന്നിട്ടുണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യണമെന്നുള്ളൂ, ഡയറക്റ്റ് തന്നിട്ടില്ല. ഡൗൺ പേയ്മെന്റ് 75,000. എങ്ങനെ ഡൗൺ പേയ്മെന്റ് 75,000 കിട്ടിയത്? നമ്മുടെ ക്യാഷ് പ്രൈസിന്റെ 20% ആണ് ഡൗൺ പേയ്മെന്റ് ഉള്ളത്. ഓക്കെ, ക്യാഷ് പ്രൈസ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3,75,000. പേയബിൾ 20% ഡൗൺ. അപ്പൊ അതിന് ഡൗൺ പേയ്മെന്റ് 20%. പിന്നെ ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് HP പ്രൈസ് എങ്ങനെ കാണാം? HP പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഴുതിയിരുന്നോ? HP പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? ഒന്ന് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് അറിയില്ല, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് ക്യാഷ് പ്രൈസ് കാണാനുള്ള HP പ്രൈസ് കാണാനുള്ള വേറൊരു ഇക്വേഷൻ ആണ് ഡൗൺ പേയ്മെന്റ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ്. ഡൗൺ പേയ്മെന്റ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ് അത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ HP പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ ആണ് HP പ്രൈസ് ഈസ് ഈക്വൽ ടു ഡൗൺ പേയ്മെന്റ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ നമുക്ക് നോക്കാം എത്രയാന്നുള്ളത്. ഡൗൺ പേയ്മെന്റ് നമ്മൾ കണ്ടെത്തി ഇവിടെ 75,000 പ്ലസ് ഇൻസ്റ്റാൾമെന്റ് എത്ര ഉള്ളത്? ഒന്നാമത് 1,05,000 പ്ലസ് 97,500 പ്ലസ്
90,000, 82,500. 82,500. ഇതാണ്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടില്ല HP പ്രൈസ്? അവിടെ 9,000 ആയിട്ടുള്ളൂ. ഒരു 0 കുറവാണല്ലേ. എത്ര കിട്ടില്ല നോക്കിയാൽ എമൗണ്ട്? 75,000 plus 1,05,000 plus 97,500 plus 90,000 plus 82,500. 4,50,000. Is it right or wrong? Right. 4,50,000 ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? HP പ്രൈസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്യാഷ് പ്രൈസ് കിട്ടി, HP പ്രൈസ് നമ്മളിപ്പോ കണ്ടെത്തി. ഡൗൺ പേയ്മെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20% ഓഫ് ക്യാഷ് പ്രൈസ് ആണ്. അപ്പൊ അത് നമ്മളെടുത്തു 4 ഇയർ ആണ്. 2 മെത്തേഡ് നമുക്ക് ഉപയോഗിച്ച് ഇവിടെ ചെയ്യാം. ഒന്ന് ഇയറിന്റെ ഔട്ട്സ്റ്റാൻഡിങ് വെച്ചിട്ട്, ഇയറിന്റെ ഔട്ട്സ്റ്റാൻഡിങ് അല്ല, റിമൈനിങ് ഇയേഴ്സിന്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോയിൽ ചെയ്യാം. ഓക്കെ, ഇതിൽ ഏതാ ചെയ്യേണ്ടത്? ഏതാ എളുപ്പം? HP പ്രൈസ് വെച്ചിട്ട് ചെയ്യാ. HP പ്രൈസ് വെച്ചിട്ട് ഇയറിന്റെ ഔട്ട്സ്റ്റാൻഡിങ് വേണ്ട, ഏതായാലും കുഴപ്പമില്ല. വേണ്ട, പറ്റൂല. ഇയർ ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോ പ്രകാരം നമുക്ക് ചെയ്യാനിത് പറ്റൂല. കാരണം ഇയറിന്റെ ഔട്ട്സ്റ്റാൻഡിങ് എന്താ കിട്ടലേ? ആ 4:3:2:1 എന്നുള്ളതാണ്, അതേ കിട്ടുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോ? നമ്മളെ ഇൻസ്റ്റാൾമെന്റ് ഈക്വലന്റ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആവുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഏതാ പറ്റുള്ളൂ? HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോ മെത്തേഡ്. അപ്പൊ ഇയർ നമുക്ക് നോക്കാം. 1, 2, 3, 4 വർഷമുള്ളത്. ഒന്നാമത്തെ വർഷത്തെ HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 4,50,000. 4,50,000 എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ആരാണ് ആ ഉത്തരം പറഞ്ഞ മഹാനവറുകൾ? മുഹമ്മദ് റിഷാൽ, കൈക്കോട്ടെടുത്തവൻ. ഞാൻ കൈക്കോട്ട് എടുത്തിട്ടില്ല. ആരാ കൈക്കോട്ടെടുത്തത്? ആരെയും അറിയില്ല. അപ്പോ റിഷാല് പറഞ്ഞ ഉത്തരം 4,50,000 ആണ് ഒന്നാമത്തെ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞത്. ആ ഉത്തരം ശരിയാണോ തെറ്റാണോ? പറയണോ? ഒന്നുമില്ല, റിഷാലിനോട് കൂടെ. അനീഷ ഇബ്രാഹിം പറഞ്ഞു. 500 ആണോ? എത്രയാണ്? 52,500 അതോ 10,500? ഭായി താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? 10,500? 2,70,000. 2,70,000 ആണ് ഒന്നാമത്തെ വർഷം. അത് 4,50,000 പകരം വേണ്ട 2,00,000 എത്രയാ? 2,70,000 75,000, 45,000 മൈനസ് 75,000. 3,70,000. തീരുമാനമാക്കുന്നത് നമുക്ക് പറയാം. ഏതാണ്? ഞാൻ പറഞ്ഞു 3,70,000. 3,70,000. ഞാനും കാൽക്കുലേറ്റ് ചെയ്തു. നീ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 2,50,000 എന്ന് പറഞ്ഞത്. 75,000 എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ചിലപ്പോ 3,70,000 എന്ന് പറഞ്ഞു. സ്ഥിരത വേണം, സ്ഥിരത. പറയും എത്ര കിട്ടിയത്? 3,70,000. വേറെ ആരാ കൂടെ പറഞ്ഞല്ലോ 3,70,000? ആരായിരുന്നു? മുഹമ്മദ് ഷിബിലി. ഞാനല്ലേ? ഓക്കെ, ഷിബിലി പറഞ്ഞു 3,70,000. എങ്ങനെ 3,70,000 കിട്ടിയത്? ഡൗൺ പേയ്മെന്റ് ചെയ്തല്ലേ? യെസ്, വെരി ഗുഡ്. ഡൗൺ പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് അല്ല. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 4,50,000 രൂപയാണ് HP പ്രൈസ് എങ്കിലും ആ 4,50,000 ഉടനെ തന്നെ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? 75,000 നമ്മൾ നൽകിയിട്ടുണ്ട്. ബാക്കി 3,70,000 രൂപ നമുക്ക് ഒന്നാമത്തെ വർഷം നമ്മൾ നൽകാനുള്ളൂ. നമുക്കുണ്ടായിരുന്നത്
4,50,000. പക്ഷെ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് നൽകിയിട്ടുണ്ട്? 75,000 നൽകിയിട്ടുണ്ട്. അപ്പൊ ആ വർഷത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയേ ഉള്ളൂ? 3,75,000 ഉള്ളൂ. അപ്പൊ ഇനി രണ്ടാമത്തെ വർഷം എത്ര ഉണ്ടായിരിക്കല്ലേ? ഇപ്പൊ 3,75,000 ആണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ നിന്നും ഒന്നാമത്തെ വർഷം നമ്മൾ എത്ര നൽകുന്നുണ്ട്? 1,05,000 രൂപ നൽകുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ വർഷം കഴിയുമ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ എത്ര ഉണ്ടായിരിക്കുള്ളൂ? 2,70,000. ആ 2,70,000 നൽകാനുള്ളതിൽ നമ്മൾ അടുത്ത് നൽകുന്നത് 97,500 നൽകുന്നു. ഓക്കെ. അപ്പൊ ബാക്കി ഇനി നൽകാണ്ടാല് 1,72,500. ആ 1,72,500 നിന്നും ആ വർഷം നമ്മൾ എത്ര നൽകുന്നത്? 90,000 അല്ലേ? 90,000 നൽകുന്നു. അപ്പൊ നാലാമത്തെ വർഷം ഇനി എത്ര നൽകാണ്ടായിരിക്കല്? 82,500. അപ്പൊ നാലാമത്തെ വർഷം 82,500 അത് നമ്മൾ നൽകും ആ വർഷം കഴിയുമ്പോൾ. പിന്നെ അഞ്ചാമത്തെ വർഷത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല. കാരണം അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പൊ കാരണം അതിന്റെ മുകളിൽ എന്ത് വരുന്നില്ല? അവിടെ ഇൻട്രസ്റ്റ് വരുന്നില്ല. ഡൗൺ പേയ്മെന്റ് നൽകി ബാക്കിയുള്ളതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നു. ഇവിടെ ക്യാഷ് പ്രൈസ് അല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ 3,75,000 എന്നുള്ളത് ഇവിടെ ക്യാഷ് പ്രൈസിന്റെ എമൗണ്ടാണ്. ഇനി അത് വിചാരിച്ചാണ് എന്ത് ചെയ്യണ്ട? ക്യാഷ് പ്രൈസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് വിചാരിക്കരുത്. അത് ഈ ക്വസ്റ്റ്യനില് ഡൗൺ പേയ്മെന്റ് 75,000 ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ഈ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റും ഡൗൺ പേയ്മെന്റ് 75,000 ആയി. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് എമൗണ്ട് വന്നത് കേട്ടോ. ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് 1,05,000 രൂപയാണ്. അപ്പൊ ഒരിക്കലും എന്തല്ല, രണ്ടും ഒന്നല്ല എന്ന് അർത്ഥം. അപ്പൊ ശ്രദ്ധിക്കണം, മാറിപ്പോയത്. ഓക്കെ, അജ്മൽ ജി പി പറയുന്ന ഉത്തരം. അപ്പൊ HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൗൺ പേയ്മെന്റ് ലെസ് ചെയ്യണം. ക്യാഷ് പ്രൈസിൽ നിന്നല്ല ഡൗൺ പേയ്മെന്റ് ലെസ് ചെയ്യേണ്ടത്, HP പ്രൈസിൽ നിന്നും ഡൗൺ പേയ്മെന്റ് ലെസ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതെന്തായിരിക്കും? എല്ലാ സമയത്തും അത് ക്യാഷ് പ്രൈസ് തന്നെ ആയിരിക്കണം എന്ന് ഇല്ല. ഉദാഹരണത്തിന് ഈ ഡൗൺ പേയ്മെന്റ് നൽകിയിട്ടുള്ള ഒരു 80,000 രൂപയാണ് എങ്കിൽ ഇവിടെ 3,70,500 രൂപ ആയിരിക്കൂല നമുക്ക് എന്ത് വരല്? HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്ങില് വരില്ലേ. അപ്പൊ എമൗണ്ട് മാറുമ്പോൾ വ്യത്യാസം വരാം. എപ്പോഴും ഒന്നാവണമെന്നില്ല കേട്ടാ. ചില സമയത്തൊക്കെ ഏകദേശം ഒന്നാവാം. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികള് 3,70,500, 2,70,000 ഇതിങ്ങനെ ഒന്ന് ചുരുക്കിയൊക്കെ റേഷ്യോ. ഇത് ചുരുക്കാൻ പറ്റില്ല. 0,0 വെട്ടിപ്പോയിട്ട് ഈ ഏറ്റവും ചെറിയ സംഖ്യ എന്ത് ചെയ്താൽ മതി? വലിയ സംഖ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3,70,500 ഉള്ളത് ഡിവൈഡഡ് ബൈ 82,500. വെരി ഗുഡ്. മൈനസ് അടുത്തല്ലേ 4.55 ആണ്. നമുക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? ഇതേ റേഷ്യോ അങ്ങനെ എടുത്താൽ മതി. നമുക്ക് റേഷ്യോ കാണാൻ പ്രയാസമാണെങ്കിൽ ഇത് റേഷ്യോ എടുക്കാം. എങ്ങനെ കാണാം? ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുവെക്കണം. ഇൻട്രസ്റ്റ് എത്ര ഉള്ളത്? ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതുന്നത് ക്യാഷ് പ്രൈസ് മൈനസ് HP പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. എത്രയാണ് HP പ്രൈസ് ഉണ്ടായിരുന്നത്? എത്രയാണോ HP പ്രൈസ്? 4,50,000. അതാണ് അങ്ങനെ പറഞ്ഞാ പോരെ. മൈനസ് ക്യാഷ് പ്രൈസ് 3,70,500. അപ്പൊ എത്ര കിട്ടിയത്? 75,000 ആണ് ഇൻട്രസ്റ്റ്. അപ്പൊ 75,000 രൂപ ഇൻട്രസ്റ്റ് ആണ്. അത് നമ്മൾ ഓരോ വർഷത്തേക്ക് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നൽകണം. ഓക്കെ. അപ്പൊ എങ്ങനെ നൽകാന്നുള്ള നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഉള്ളത് 75,000 ഡിവൈഡഡ് ബൈ എത്രയാണ് അതിന്റെ ടോട്ടല്? 9 lakh ഇൻറ്റു ഒന്നാമത്തെ വർഷത്തെ എത്രയാണ്? 3,70,500. അപ്പോ എത്രയാണ് കിട്ടിയത് നോക്ക്? 75,000 divided by 9 lakh into 3,75,000. 31,250 രൂപയാണ് കിട്ടിയത്. ശരിയാണോ? ചെക്ക് ചെയ്തൊക്കെ.
അതുപോലെ നമ്മൾ ഈ എമൗണ്ടിന്റെ ഔട്ട്സ്റ്റാൻഡിങ് കണ്ടെടുത്തു. വേറെ റേറ്റ് കാണാൻ പ്രയാസമായതുകൊണ്ട് വേറെ റേറ്റ് കണ്ടാലും കുഴപ്പമില്ല കേട്ടോ. 375, 270, 172.5, 82.5 അങ്ങനെ കാണും ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ ഇതിനെ 5 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒക്കെ 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 500 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കിട്ടും ഓരോന്ന്. അങ്ങനെ ചെയ്താൽ മതി. 3,75,000 ഡിവൈഡ് ബൈ 500, 750. ഓക്കെ. അപ്പൊ റേഷ്യോ നമുക്ക് കിട്ടുന്ന എത്ര നോക്കുക? 750:540:345:165 ടോട്ടൽ കിട്ടുക. ഈ റേറ്റ് കണ്ടാലും മതി കേട്ടോ. റേഷ്യോ ഇങ്ങനെ കാണാം. 750:540:345. അപ്പൊ എങ്ങനെ ആയിരിക്കും ഈ ഇക്വേഷൻ നമ്മളുടെ ഇതില്? 75,000 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു 750. എത്ര ഉള്ള എമൗണ്ട് എത്ര കിട്ടും നോക്കാം. നേരത്തെ നമുക്ക് 31,200 കിട്ടിയത്. ഇത് എത്ര കിട്ടും നോക്കാം. 75,000 ഡിവൈഡഡ് ബൈ 1700 ഇൻറ്റു 750. സെയിം എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ റേഷ്യോ കാണാന്നുള്ളത് നമുക്ക് ചുരുക്കാന്നുള്ളത്. അത് നമുക്ക് 7, 8 എന്നാണെന്നില്ല, ഇങ്ങനെ 100ന്റെ സംഖ്യകളൊക്കെ ആകാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യാം. 75,000 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു എത്രയാണ്? 540. എത്ര ഉണ്ടായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 75,000 കാൽക്കുലേറ്റ് ടൈപ്പ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു 540, 22,500. അടുത്തത് 75,000 ഡിവൈഡ് ബൈ 1800 ഇൻറ്റു 345. എത്ര ഉള്ളത്? നമ്മൾ ചെയ്യണില്ലേ, ഞാൻ മാത്രം ചെയ്യണുള്ളൂ. എല്ലാരും ഇങ്ങനെ മാപ്പിട്ട് നോക്കിക്കല്ലേ. 75,000 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു 165. എത്ര ഉള്ളത് ഒന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാലേ ഞാൻ ചെയ്തോളൂ. 6,875. 75,000 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു 165, 6,875. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയത് നമുക്ക് 75,000 രൂപ. ഓക്കെ. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ ഒന്നുകിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതേ റേഷ്യോ എടുത്താൽ മതി. എങ്ങനെ എടുക്കുക? 75,000 ഡിവൈഡ് ബൈ 9 ലക്ഷം ഇൻറ്റു 3,75,000. 75,000 ഡിവൈഡഡ് ബൈ 9 ലക്ഷം ഇൻറ്റു 2,70,000. 75,000 ഡിവൈഡ് ബൈ 9 ലക്ഷം ഇൻറ്റു 1,72,500. 75,000 ഡിവൈഡ് ബൈ 9 ലക്ഷം ഇൻറ്റു 82,500. അപ്പൊ നമ്മളിവിടെ എടുത്തത് ഏത് റേഷ്യോ ആണ്? HP പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ആ ഇയറിന്റെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. കാരണം ഇവിടെ ഡിഫറെന്റ് പിന്നെ ഇൻസ്റ്റാൾമെന്റ് വാല്യൂ ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് ആൻസർ. ഇതൊന്ന് നോട്ട് ചെയ്യും. സ്പീഡ് ആയിക്കോട്ടെ. സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, രണ്ടാമത്തെ നമ്മൾ ചെയ്തു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് and interest. Okay. HP price, cash down, and the term and installment value are given. Rate of interest not given. Rate of interest not given. Q purchased a motor car on hire purchase, paying 3,60,000 cash down. Down payment 3,60,000. And balancing for annual installment of rupees 3,30,000, 3 lakh, and rupees 2,70,000 and rupees 2,40,000 each. Each installment encompassing equal amount of cash price.
at the end of the each accounting period. അഥവാ നമ്മൾ നൽകുന്ന ഓരോ വർഷവും നമ്മൾ ഇൻസ്റ്റാൾമെന്റ് നൽകുന്നുണ്ട്, അതിലൊക്കെ ക്യാഷ് പ്രൈസ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. You are required to calculate total cash price and the amount of interest in each installment. ഓരോ ഇൻസ്റ്റാൾമെന്റിലും ഉള്ള ഇൻട്രസ്റ്റ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ സ്റ്റഡി മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻ ഇതല്ല, എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ഏകദേശം ഇതേപോലെ തന്നെയാണ് എമൗണ്ട് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാം. ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു എങ്ങനെയാന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഇതിലൊക്കെ പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ചെയ്യാനൊക്കെ. അഥവാ ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാന്നുള്ളത്. പ്രിൻസിപ്പൽ എമൗണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹോംവർക്കാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഏരിയ ആണ് നമുക്ക് റീപൊസഷൻ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, അപ്പൊ എന്താണ് റീപൊസഷൻ എന്ന് നമുക്ക് ആദ്യം പറയാം. നമുക്ക് അതിലേക്ക് പോലെ അല്ലടോ. ഡീഫോൾട്ട് ആൻഡ് റീപൊസഷൻ. റീപൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാണ് അർത്ഥം. റീപൊസസ് ചെയ്യാം. അഥവാ നമ്മൾ ഹയർ പർച്ചേസർ ആണെങ്കിൽ നമ്മൾ ഹയർ വെൻഡർക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മളിങ്ങനെ ഇൻസ്റ്റാൾമെന്റ് നൽകണം. ഏതെങ്കിലും ഇൻസ്റ്റാൾമെന്റ് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് അയാൾക്ക് റീപ്രോസസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ റീപ്രോസസ് ചെയ്യാനുള്ള അവകാശമുള്ളത്. നേരത്തെയൊക്കെ നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും അസറ്റ് ആയിരിക്കും നമ്മൾ പ്ലഡ് ചെയ്യല്, മീൻസ് സെക്യൂരിറ്റി ആയിട്ട് നൽകല്. എന്നാൽ ഇന്നത്തെ കാലത്തിൽ നമ്മൾ എന്ത് അസറ്റ് വാങ്ങാനാണോ ലോൺ എടുക്കുന്നത് അതേ അസറ്റാണ് പ്ലഡ് ചെയ്യല്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ വൈകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടച്ചിട്ടില്ലാണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ അസറ്റ് അവർക്ക് റീപ്രോസസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടില്ല എങ്കിൽ, ഒറ്റ ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടില്ലെങ്കിൽ അതിനൊന്നും റീപ്രോസസ് ചെയ്യലിട്ട നമുക്ക് ആദ്യം നോട്ടീസൊക്കെ അയക്കും. പിന്നെ നിങ്ങൾ അടച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ഡേറ്റ് എക്സ്ട്രാ നൽകും, ഇൻട്രസ്റ്റ് ചെയ്താൽ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം വാർണിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ വാർണിങ്ങിനൊന്നും പ്രശസ്തിയില്ല. കാരണം നമുക്കൊരു തിയറിറ്റിക്കൽ ആയിട്ട് കാര്യമില്ല, പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് അടക്കുന്നതിൽ ഡീഫാൾട്ട് വരുത്തി കഴിഞ്ഞാൽ അപ്പോൾ ഹയർ വെൻഡർക്ക് ആ അസറ്റ് റീപ്രോസസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. 2 രീതിയിലുള്ള റീപ്രോസസ് ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് റീപ്രോസസിനുണ്ട്, മറ്റൊന്ന് പാർഷ്യൽ റീപ്രോസസിനുണ്ട്. കംപ്ലീറ്റ് റീപ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു കാറാണ് ടയോട്ടന്റെ അടുത്തുനിന്ന് വാങ്ങിയത്, ഞാൻ അതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലാണെങ്കിൽ എൻ്റെ ഒരു കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റീപ്രോസസിനാണ്. എന്നാൽ ഞാൻ 5 കാറാണ് ഞാൻ വാങ്ങിയിരുന്നത്. ഞാൻ 5 കാറിനും ഇൻസ്റ്റാൾമെന്റ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് ഒരു ലോക്ക്ഡൌൺ ആയപ്പോൾ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, ഞാൻ അടച്ചില്ല. അപ്പൊ അവരെനിക്ക് വാർണിംഗ് തന്നു, ഞാൻ വീണ്ടും അടച്ചില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാം, ഒന്നുകിൽ 5 കാറും എടുത്തുകൊണ്ട് പോവാം. അതിനാണ് കംപ്ലീറ്റ് റീപൊസഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്നോട് പറഞ്ഞു 3 കാറ് ഞങ്ങൾ കൊണ്ടുപോകും, 2 അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാർഷ്യൽ റീപൊസഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം റീപോസ്റ്റ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ള പൈസ ഇനി നൽകേണ്ടി 2 കാറിന്റെ പൈസ നൽകണം, 3 കാറാണ് അവർ കൊണ്ടുപോയത്. ഇങ്ങനെ കംപ്ലീറ്റ് റീപോസിഷനും ഉണ്ടായിരിക്കും, പാർഷ്യൽ റീപോസിഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞത്. ഇതിന്റെ കംപ്ലീറ്റും പാർഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സംഭവമാണ് ഈ ഡീഫോൾട്ട് ആൻഡ് റീപോസിഷൻ എന്നുള്ളതിൽ. നമുക്ക് 1ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റീപോസിഷൻ. ഈ ക്വസ്റ്റ്യൻ Akku purchased a truck for rupees 1,40,000. Payment to be made rupees 45,500 down and 3 installment of rupees 38,000 each at the end of each year. Rate of interest is charged at 10% per annum. Buyer depreciate asset 15% per annum on written down value method. Because of financial difficulties, Akku could not pay second installment and seller took possession of the truck. Seller, after spending rupees 4,600 on repair of the asset, sold asset
sold it for rupees 75,000. Show the relevant account in the books of the purchaser and the vendor. രണ്ടാളെ ബുക്കിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഇത് ഇൻകം ആണ്, ഒരാൾക്ക് എക്സ്പെൻസും ആണ്. കാരണം ഒരാൾ ഇങ്ങനെ പൈസ അങ്ങോട്ട് കൊടുക്കല്ല, അപ്പൊ അയാൾക്ക് അത് എക്സ്പെൻസ് ആയിരിക്കും, മറ്റാൾക്ക് ഹയർ പർച്ചേസിന്റെ എല്ലാവർക്കും എന്തായിരിക്കും, ഇൻകവും ആയിരിക്കും. അപ്പൊ ഇതാണ് റീപൊസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്ക്. വായിച്ചോ? ക്വസ്റ്റ്യൻ വായിച്ചോ?